മാസപ്പടി കേസിൽ വീണ വിജയൻ അടക്കമുള്ള പ്രതികളുടെ 185 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇഡി കള്ളപ്പണ ഇടപാടുകളിലൂടെ 182 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വീണ വിജയന്റെ 2.61 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇഡി മരവിപ്പിക്കും. ഒപ്പം തന്നെ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പുറമെ ഭൂസ്വത്തുക്കളും കണ്ടുകെട്ടും. നിഷ ദിലീപിലേക്കാണ്. നിഷ, അതായത് വീണ വിജയന് രക്ഷയില്ല എന്നുള്ളത് തന്നെയാണല്ലേ? അതായത് നേരത്തെ എന്താണ് ഇഡി നടപടി കടുപ്പിച്ചിരുന്നു, ഈ പണം മരവിപ്പിക്കുന്നതിലേക്ക് അടക്കം പോയിരുന്നു. എന്തായാലും ഇതുകൊണ്ട് തീരുന്നില്ല, വീണയുടെ കീശ കാലിയാകും എന്തായാലും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ നിഷ? രാഖി, അശ്വതി, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇ ഡി സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു സുപ്രധാനമായ നടപടിക്രമങ്ങളിലേക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി കടന്നിരിക്കുന്നത്. 185 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടുന്നത്. ഇതിൽ ടി വീണയുടെ 2.61 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇ ഡി മരവിപ്പിക്കുമെന്ന സുപ്രധാന കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. സർക്കുലർ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളിലൂടെ 15 വർഷത്തിനുള്ളിൽ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് CMRL നടത്തിയത്. ഈ CMRL പല രീതിയിൽ ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ സർക്കുലർ ഫണ്ടിങ് ശശിധരൻ കർത്തയുടെയും ഇയാളുടെ ബന്ധുക്കളുടെയും ഒക്കെ പേരിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പല രീതിയിൽ ഫണ്ടുകൾ മാറ്റിയും മറിച്ചും ഈ പല കരാറുകളുടെ പേരിലൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ തുകകൾ ക്രയവിക്രയം ചെയ്തുമൊക്കെയാണ് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയതെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ തന്നെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന ഒരു നടപടിക്രമത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ ബാങ്കിലുള്ള തുക മാത്രമല്ല, ഭൂമി അടക്കമുള്ളവയാണ് കണ്ടുകെട്ടുന്നത്. ഈ ചരക്ക് നീക്കത്തിൻ്റെ കരാറെന്ന പേരിൽ ചില ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്കൊക്കെ പണം നിക്ഷേപിച്ച് ഇവർക്ക് നിശ്ചിത കമ്മീഷൻ നൽകി പിന്നീട് ഈ തുക തിരികെ വാങ്ങിയെന്നൊക്കെ ഇ ഡി കണ്ടെത്തിയിരുന്നു. 182 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ഇ ഡി കണ്ടെത്തിയത്. ഇതിൽ 28.83 കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് CMRL MD ശശിധരൻ കർത്ത, ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അവിടുത്തെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടേതായൊക്കെ നിലവിൽ മരവിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഈ മരവിപ്പിച്ച 29 കോടി രൂപയിൽ 16.5 ലക്ഷം രൂപ ടി വീണയുടെയും വീണയുടെ സ്ഥാപനങ്ങളുടെയും പേരിലുള്ള നിക്ഷേപങ്ങളാണ് എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ വീണയുടെ സ്ഥാപനങ്ങളുടെയും പേരിലുള്ള നിക്ഷേപങ്ങളൊക്കെ ഇതിന് പുറമെയുള്ള തുകയ്ക്ക് തുല്യമായ സ്വത്തുക്കളാണ് ഇ ഡി ഇനി കണ്ടുകെട്ടുക. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ കണ്ണൂരിലെ വീടിനോട് ചേർന്നുള്ള വീണയുടെ പേരിലുള്ള ഭൂമിയൊക്കെ തന്നെ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു. എന്തായാലും കേസിൽ ഉൾപ്പെട്ടവരുടെ ഭൂമി, ഒപ്പം തന്നെ കെട്ടിടങ്ങൾ എന്നിവയാണ് ആദ്യ പടിയായി കണ്ടുകെട്ടുന്നത്. ഇതിനു മുന്നോടിയായി ആദ്യം ഈ സ്വത്തുക്കൾ മരവിപ്പിക്കും. CMRL സ്ഥാപക MD ശശിധരൻ കർത്തയുടെ 11.7 കോടി രൂപ, ഒപ്പം തന്നെ മകൻ ശരൺ എസ് കർത്തയുടെ 2.96 കോടി രൂപ, ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്തയുടെ 5.17 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, ഒപ്പം തന്നെ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി ശശിധരൻ കർത്തയുടെ 138 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, ഇവയൊക്കെ തന്നെയാണ് ഇ ഡി മരവിപ്പിച്ചിട്ടുള്ളത്. ഇവരെ എല്ലാവരെയും എന്തായാലും 182 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതിനോടകം തന്നെ ഇ ഡി കിട്ടിയിട്ടുണ്ട്. ഇനി 185 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടും. ഒപ്പം തന്നെ അതിൽ അക്കൂട്ടത്തിൽ ആരുടെ സ്വത്തുക്കൾ ഉണ്ട് അശ്വതി? നമ്മുടെ വീണയുടെ സ്വത്തുക്കളുണ്ട്. പണം മാത്രമല്ല, ഭൂസ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടും പിടിച്ചെടുക്കും എന്നുള്ളതാണ് ഇ ഡിയുടെ നടപടി കടുപ്പിക്കലിലൂടെ വ്യക്തമാകുന്നത്. കമ്പനിയിലേക്ക് അടക്കം അന്വേഷണം പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേപ്പർ തുണ്ട് പോലും തെളിവ് കിട്ടുമെങ്കിൽ അത് ഇ ഡി തെളിവാക്കും. അപ്പോൾ വീണയ്ക്ക് നിർണായകമാണ്. രഘി, കുറേ നാൾ കഴിഞ്ഞ് അതായത് ഈ വാർത്തയുടെ മറ്റൊരു വശമാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഇതിനോടകം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനി ഇതിനേക്കാൾ വലുത് ഉണ്ടാവാനുണ്ട്. കാരണം പിണറായി വിജയൻ ചോദ്യം മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ പിണറായി വിജയനെ ചുറ്റിപ്പറ്റി തന്നെ മറ്റ് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ നേതാക്കളുണ്ട്. അവരുടെ എല്ലാം പേര് പുറത്തു വരുമ്പോൾ എന്തൊരു വലിയ സ്കാമാണ് കേരളത്തിൽ നടന്നത് എന്ന് കണ്ടറിയണം, അല്ലേ? അതെ, തീർച്ചയായും. നിഷയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.